ആ പൂർണ്ണയാണ് ശാസ്താവിൻ്റെ രണ്ടാമത്തെ വാമഭാഗം എന്ന് പറയുന്നത്. അതെന്താ ആ കണക്ഷൻ? ശാസ്ത്രത്തിന്റെ വൈഭവത്താൽ ഈ ശാസ്ത്രമാണ്, ശാസ്ത്രമാണ് ആ ശാസ്ത്രം ശാസ്താവ് ഇപ്പൊ ഈ ശബരിമലയിൽ അങ്ങനെ ഒരു കേന്ദ്രസ്ഥാനം വരാൻ കാരണം ശബരന്റെ പീഠമാണ്. ശബരനാണ് അവിടെയുള്ളത്. ശബരൻ എന്ന് പറഞ്ഞാൽ ശിവനാണ്, ശിവന്റെ മലയാണ്, ശിവന്റെ ദേഹമാണ് ശബരം. ശബരൻ എന്ന് പറഞ്ഞാൽ ശിവനാണ്. ആ ശബരനില് ശബരി എന്ന് പറഞ്ഞാൽ പാർവതിയാണ്. ആ ശബരനിലേക്ക് ശബരി ചേർന്നിരിക്കുന്നത് ശ്രീധർമ്മശാസ്ത്രത്താലാണ്, അറിവിനാലാണ്. ആ അറിവ് ജനിക്കുന്നത് മഹാവൈഷ്ണവ ശക്തിയുടെ വാമഭാഗമായിരിക്കുന്ന ചെറിയ വൃക്ഷങ്ങളും ചെടികളും ലതകളും എല്ലാമുള്ള ആ വാമഭാഗത്തിൽ നിന്നും അതിൻ്റെ നാഭിയിൽ വിരിയുന്ന പൂക്കളിൽ നിന്നും ജനിക്കുന്ന തേനിൽ ജനിക്കുന്നതാണ് ചരിക്കുന്ന ജീവലോകം, ബ്രഹ്മശക്തി എന്ന് പറയുന്നത്. തലകളുള്ള ലോകം, ആ തലകളുള്ള ലോകമാണ് ശാസ്ത്രലോകം. ആ തലകളുള്ള ലോകത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന വൈഭവം, അതായത് മഹാവൈഷ്ണവ ശക്തിയുടെ മഹാവൃക്ഷ പ്രകൃതിയുടെ 100 ഇരട്ടി വലിപ്പമുള്ള ജ്ഞാനശക്തിയായിട്ട് മാറുന്ന മഹാവൈഷ്ണവ ശക്തിയുടെ മഹാവൈഭവമായിരിക്കുന്ന മനുഷ്യനാണ് ശ്രീധർമ്മശാസ്ത്രത്തെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. മറ്റെല്ലാ ചരിക്കുന്ന ജീവലോകത്തിനും ശാസ്ത്രമുണ്ട്. തേനീച്ചയ്ക്ക് തേനീച്ചയുടേതായിട്ടുള്ള ഉറുമ്പിന് അങ്ങനെ മനുഷ്യൻ സൃഷ്ടിച്ചിരിക്കുന്ന ശാസ്ത്രത്താൽ ബന്ധിതമായിരിക്കുന്ന ആ ഒരു സംഭവത്തില് ഇവിടുത്തെ ഈ ശബരിമലയ്ക്ക് മാതൃലോകത്തിന് ചെല്ലാൻ പാടില്ല എന്നുള്ളതിന്റെ കാരണം അതിലേക്ക് വരാം. അപ്പോൾ അത് വലിയ സബ്ജക്റ്റാണ്, അതിലേക്ക് വരാം. അപ്പൊ ഈ ചരിക്കുന്ന ജീവലോകം എല്ലാം തലകളുള്ള ജീവലോകത്തിനെല്ലാം ശാസ്ത്രമുണ്ട്. അങ്ങനെയുള്ള ആ ശാസ്ത്രലോകമാണ് ചരിക്കുന്ന ലോകം, ബ്രഹ്മാവ് എന്ന് പറയുന്ന വൈഭവം. ചരിക്കുന്നതിനെയാണ് ബ്രഹ്മാവ് എന്ന് പറയുന്നത്, ചരിക്കാത്തതിനെയാണ് വിഷ്ണു എന്ന് പറയുന്നത്. വൈഷ്ണവൻ ചരിക്കാത്തതാണ്, ചരിക്കുന്ന അചരമായിരിക്കുന്നത് വിഷ്ണു, ചരിക്കുന്നത് ബ്രഹ്മാവ്. രണ്ടിനും ജീവനുണ്ട്. ഒന്ന് ജീവാത്മശക്തിയാണ്, ഒന്ന് പരമാത്മ ചൈതന്യമാണ്. ഒന്ന് ജീവനാംശത്തെ കൊടുക്കുമ്പോൾ ഒന്ന് ജീവനെ തന്നെ കൊടുക്കുകയാണ്. ബ്രഹ്മശക്തി ജീവനെ കൊടുക്കുകയാണ്, സൃഷ്ടിക്കുന്നതിന് കാരണമായിരിക്കുന്ന വസ്തുതയാണ്. പരാഗണത്തെ ചെയ്തു കൊടുത്ത അണ്ടത്തെയും ബീജത്തെയും ചേർക്കുന്ന എല്ലാ ചെടികളിലും പരാഗണത്തെ നടത്തുന്നത് ഈ ബ്രഹ്മാവിൻ്റെ വൈഭവമാണ്. സൃഷ്ടിക്ക് കാരണം ബ്രഹ്മാവെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ചരിക്കാതെ നിൽക്കുന്നത് സസ്യലോകമാണ്, അതാണ് ജീവനാംശത്തെ കൊടുക്കുന്നത്. അപ്പോൾ ഈ ചരിക്കുന്ന ജീവലോകത്തിൻ്റെ ആ ശാസ്ത്രലോകത്തുള്ളതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ശാസ്ത്രമാണ് മനുഷ്യൻ്റെ ശാസ്ത്രം. അതാണ് മഹാവൈഷ്ണവ ശക്തിയുടെ ആ ശ്രീധർമ്മത്തിൻ്റെ ശാസ്ത്രമാണ് ശ്രീധർമ്മശാസ്ത്രം. മനുഷ്യനാണ് പൊന്നുണ്ണിച്ചാത്തൻ എന്ന് പറയുന്നത്, മായാമോഹിനിയുടെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അവതാരം. അതായത് സസ്യപ്രകൃതിയുടെ സ്ത്രീ പുരുഷ ഭാവങ്ങൾ സംയോജിച്ച് അതിൽ നിന്നും ജനിക്കുന്ന ബ്രഹ്മശക്തിയായിരിക്കുന്ന ബ്രഹ്മാവായിരിക്കുന്ന ചരിക്കുന്ന ജീവലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠ ജന്മം മനുഷ്യൻ്റെതാകുന്നു. ആ മനുഷ്യൻ്റെ ഏറ്റവും വലിയ കണ്ടെത്തലാണ് സൃഷ്ടിയെക്കുറിച്ച് തിരിച്ചറിയുന്നതിനുള്ള മഹാവൈഭവം. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അറിവ്. ഞാൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാൻ കഴിയുന്ന അറിവ്. എൻ്റെ ജന്മത്തിന് കാരണമായിരിക്കുന്ന വൈഭവം, ജീവലോകത്തിൻ്റെ ജന്മത്തിന് കാരണമായിരിക്കുന്ന വൈഭവം എന്താണ്, ഇവിടെ ജീവനെ സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിന് കാരണമായിരിക്കുന്ന വൈഭവം എന്തെന്നുള്ള തിരിച്ചറിവാണ് ലോകത്തിലെ ഏറ്റവും വലിയ അറിവ്. ആ അറിവ് മനുഷ്യൻ്റെതാണ്. ആ മനുഷ്യൻ്റെ അറിവിനെയാണ് ശ്രീധർമ്മശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ധർമ്മത്തിലൂടെ അറിവിന്റെ മൂലസ്ഥാനമാണോ ശബരി? അതെ, ആ അറിവിന്റെ മൂലസ്ഥാനം എങ്ങനെയാണ് ശബരിപീഠമാകുന്നതെന്ന് ചോദിച്ചാൽ, മണ്ണിലേക്ക് ജലത്തെ പാർവതിയെ ചേർത്ത് വെക്കുന്ന മഹാവൈഷ്ണവ ശക്തിയാൽ ശിവന്റെ ശക്തി മഹാവൈഷ്ണവ ലോകമാണ്. വന്യമായിരിക്കുന്ന ആ വൈഷ്ണവ ലോകത്താൽ ഈ ശിവനിലേക്ക് പാർവതിയെ ചേർത്ത് വെക്കുന്ന ബ്രഹ്മശക്തിയെ ജനിപ്പിക്കുന്ന ആ മഹാവൈഭവ ശക്തിയുടെ അറിവ് എവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ശ്രീധർമ്മശാസ്ത്രത്തിൻ്റെ പീഠങ്ങളുടെ പീഠമായിട്ടുള്ള ശബരിപീഠത്തിലിരിക്കുന്നു. അവിടെയാണ് ശബരൻ എന്ന് പറയുന്ന ശിവനും ശബരി എന്ന് പറയുന്ന പാർവതിയും ചേർന്നിരിക്കുന്നത്. ശബരനിൽ ശബരി പ്രതിഷ്ഠിതമായിരിക്കുന്നത് ലോകത്തിന്റെ മാതാവായിരിക്കുന്ന മാളികപ്പുറം വൈഷ്ണവ ലോകം സജീവമാണല്ലോ. വൈഷ്ണവ ശക്തിയുടെ മോഹിനിഭാവത്താൽ, അതായത് 18 പൂങ്കാവനങ്ങളാൽ, വനങ്ങളല്ല പൂങ്കാവനങ്ങളാൽ, അതായത് മഹാവൃക്ഷ പ്രകൃതിയുടെ മോഹിനിഭാവവും കരിനീലി മലകളോട് കൂടിയിട്ടുള്ള കരിനീലി എന്ന് പറയുന്ന ആ മഹാവിഷ്ണുവിൻ്റെ വാമഭാഗവും ചേർന്ന് ജനിപ്പിക്കുന്ന തലകളുള്ള ചരിക്കുന്ന ജന്തുലോകത്തിൻ്റെ അതായത് വള്ളികൾ ജനിപ്പിക്കുന്ന ചരിക്കുന്ന ജീവലോകത്തിൻ്റെ ആ ലോകം ജനിക്കുന്നതിന് ജീവകുംഭ സംഭവസ്ഥാനം എന്ന് പറയുന്നത്
ഈ ശബരിപീഠമാക്കും. ഈ കരിനീലി എന്ന് പറയുമ്പോൾ അത് ഈ 18 പർവ്വതങ്ങൾക്കിടയ്ക്കുണ്ടാകുന്ന അവിടുത്തെ അന്തരീക്ഷത്തിന്റെ ആ കളറാണല്ലേ കരിനീലം എന്ന് അതെ, പറയുന്നത്? ഈ ഹരിതത്തിന്റെ ലോങ് സൈറ്റ് ഷെയ്ഡ് ബ്ലൂ ആണ്. ഈ കരിനീലൊക്കെ പറയാണ്ട് ഭയപ്പെടുന്ന എന്തോ സംഗതിയാന്നൊക്കെ കരിനീലി യക്ഷി യക്ഷി എന്നൊക്കെ പറയുന്നു. യക്ഷി എന്ന് പറഞ്ഞാൽ യക്ഷൻ വൃക്ഷലോകമാണ്. ഗന്ധഗുണമുള്ള സസ്യലോകത്തെയാണ് യക്ഷൻ എന്ന് പറയുന്നത്. ആ ഗന്ധഗുണമുള്ള സസ്യലോകത്തെ വൃക്ഷലോകത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന, തലകളുള്ള, ചരിക്കുന്ന, പരാഗണത്തെ ചെയ്യുന്ന പരാഗണകാരികളായിട്ടുള്ള സർവ്വപൂക്കളിലും ധാന്യത്തെ വിരിയിക്കുന്ന ആ വൈഭവത്തെ, ആ മാതൃലോകത്തെയാണ് യക്ഷി എന്ന് പറയുന്നത്. ഇത് രണ്ടും ഉള്ളതാ, ഉള്ളതാ. ഇത് തിരിച്ചറിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇത് തിരിച്ചറിയുന്നില്ല. ഇതിനെ ഭയപ്പെടേണ്ടതില്ല. ഉണ്ടോ? ഇത് ഇല്ലെങ്കിൽ നമ്മളില്ലല്ലോ. യക്ഷി ഇല്ലെങ്കിൽ നമ്മളുണ്ടോ? ഇവിടെ നമ്മൾ കഴിക്കുന്ന ഭയപ്പെടേണ്ടതല്ലേ? അതിന് അതിൻ്റെതായിട്ടുള്ള ആ ഭക്തിയോടുകൂടി തന്നെ കാണണം. അതായത് പരാഗണകാരികളായിട്ടുള്ള ജീവലോകം ഇവിടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ധാന്യങ്ങളെ വിളയിക്കുവാൻ കഴിയുന്നത്. സകല പൂക്കളെയും വിരിയിക്കുന്നത് ഈ യക്ഷികളാണ്. സകല പൂക്കളിൽ നിന്നും ധാന്യത്തെ ജനിപ്പിക്കുന്നത് ബ്രഹ്മശക്തിയാണ്. അപ്പൊ ഈ യക്ഷിയുടെ വരവ് പോക്കെന്നൊക്കെ പറയുന്നത് പണ്ട് കാലത്ത് കാരണന്മാർ നമ്മുടെയൊക്കെ വരവ് പോക്കുള്ള സ്ഥലമാണ്. അതെന്താ എങ്ങനെ പറയുന്നത്? ആ വരവും പോക്കുന്നു. അതായത് കാവുകളിലാണ് 24 മണിക്കൂറും ഡാർക്ക് എനർജിയെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന പിൽഗ്രിമേജ് എന്ന് പറയുന്ന വള്ളിക്കുടലുകൾക്കുള്ളിലാണ് ഈ ഇതുങ്ങളുടെ ആലയം. അപ്പോൾ അവര് പരാഗണകാരികളായിട്ടുള്ള ആ ജീവലോകം നിൽക്കുന്നത് കാവുകളിലാണ്. കാവുകളിൽ കവുങ്ങ്, അതുപോലെ തന്നെ നാൽപ്പാമരങ്ങൾ, ഇലഞ്ഞി, ഞാവല്, പാല എന്ന് പറയുന്ന ഗന്ധരാജന്മാരായിട്ടുള്ള വൃക്ഷലോകത്തിലാണ് ഇവർ നിൽക്കുന്നത്. ഇവരുടെ നിത്യപരാഗണം നടക്കുന്നത്, നിത്യഭക്ഷണം നടത്തുന്നത്, നിത്യ ആഹാരത്തിനുള്ള, ശരിക്കും പറഞ്ഞാൽ ഭക്ഷണശാലകൾ പോലെയുള്ള ആ വള്ളിക്കുടലുകളിൽ, കാവുകളിലെല്ലാം ഇവർ തമ്പടിക്കുന്നു. ഇവർ പാടത്ത് നമ്മൾ വിളവിറക്കുമ്പോൾ ആ ധാന്യങ്ങൾ വിളയിക്കുന്നത് ഈ ജീവലോകമാണ്. കൂട്ടമായിട്ട് യാത്ര ചെയ്യുമോ? ആ പാടത്തേക്ക് യാത്ര ചെയ്യുമ്പോഴത്തേക്കും ആ കാവിൽ നിന്നും അത് പുലർച്ചെയാണ് ഈ വരവ് പോക്ക്. ലക്ഷ്മി യാമത്തില് അവര് സഞ്ചരിക്കും, അന്ത്യയാമത്തിൽ തിരിച്ചെത്തും. അപ്പോൾ ആ വരുന്ന കാവിൽ നിന്നും നമ്മളുടെ കൃഷിയിടങ്ങളിലേക്ക്, ക്ഷേത്രഭൂമികളിലേക്ക്, ക്ഷേത്രഭൂമി നമ്മൾ കൃഷിയിടം, ആ കൃഷിയിടങ്ങളിലേക്ക് ഈ പരാഗണകാരികളായിട്ടുള്ള ജീവലോകം വരവും പോക്കും ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് പുകയിട്ടിട്ട് അവരുടെ ലക്ഷ്യത്തെ മാറ്റരുത്, അങ്ങനെ ആ വരവ് പോക്ക് തടസ്സപ്പെടുത്തരുതെന്ന് പറയും. കാരണം ഈ പാടത്ത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഞാറ് കുലച്ചു നിൽക്കുമ്പോൾ ആ പൂക്കുലകളിലേക്ക് പരാഗണം നടത്താനായിട്ട് വന്നെത്തുന്ന ആ മാതൃലോകത്തെ, ആ ഗന്ധഗുണത്തെ, മൂക്കുകൊണ്ട് സഞ്ചരിക്കുന്ന ആ ഗന്ധർവന്മാരുടെ ലോകത്തെ ഒരു കാരണവശാലും പുകയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ തീയിട്ടോ ശല്യപ്പെടുത്തിയോ അവരുടെ ഗമനത്തെ, ആ ഇങ്ങോട്ടുള്ള ഗതിയെ, അങ്ങനെയുള്ളിടത്ത് വീട് വെക്കരുത്. അത് കൃഷിയെ ബാധിക്കും, അല്ലാണ്ട് വേറെ അന്ധവിശ്വാസമോ കാര്യങ്ങളൊന്നുമല്ല. ഇതെല്ലാം ഈ ആയുർവേദത്തിന്റെ പാഠ്യഭാഗങ്ങളാണ്. എല്ലാം ആയുർവേദമാണ്. പ്രകൃതി വേദങ്ങളുടെ ഉപവേദം മാത്രമാണ് ആയുർവേദം. ഇതെല്ലാം